എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് നീ അടുത്ത് വേണമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ശംഖ് പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. എപ്പോഴും എനിക്ക് നീ അടുത്ത് വേണം, നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ വ്യക്തി ഏറ്റവും ചിട്ടവട്ടത്തോടുകൂടി ഏറ്റവും ആത്മീയ ചൈതന്യത്തോടെ അല്ലെങ്കിൽ വിശ്വാസത്തോടെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ മുഴുവനും പവിത്രമായ ഒരു സമീപനം സ്വീകരിക്കുന്നൊരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും തൻ്റെ നല്ല വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വ്യക്തി ആരെയും നിങ്ങളെയല്ലാതെ ഉൾക്കൊണ്ടിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു വ്യക്തിയെ ഉൾക്കൊണ്ടത് നിങ്ങളെയാണ്. നിങ്ങളെ എത്രത്തോളം ആ വ്യക്തി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു. നിങ്ങളുടെ ഒപ്പം ജീവിതം മുഴുവനും ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾ പിരിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളെപ്പോഴും അടുത്ത് വേണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു വ്യക്തിയാണ് ആ വ്യക്തി. അതുപോലെ തന്നെ ആ വ്യക്തിക്കും മറ്റാർക്കും കൊടുക്കാത്ത പരിഗണന ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നു. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തി നിങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ആഴം അറിയുന്നില്ല. അത്രത്തോളം തീക്ഷ്ണഭാവത്തോടെയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടുമാണ് ആ വ്യക്തി ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കീർണതകളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോയി. ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തി അതിജീവിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം പ്രചോദനമായത് നിങ്ങൾ കൂടെയുണ്ടെന്നുള്ള ആ വ്യക്തിയുടെ ചിന്തയാണ്. അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടഞ്ഞിരുന്നു. പക്ഷെ ആ വ്യക്തി അതൊന്നും കാര്യമാക്കാതെ പ്രശ്നമാക്കാതെ മുന്നോട്ട് പോയത് നിങ്ങളുണ്ടെന്നുള്ള ധാരണയിലാണ്. ആ വ്യക്തിക്കറിയാം ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി, ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തി കനിഞ്ഞരിളിയതാണ് നിങ്ങളെ. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളിലും ആ വ്യക്തിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ നൽകിയ പിന്തുണയാണ്. ആ പിന്തുണ ആ വ്യക്തി ഒരിക്കലും മറക്കില്ല. എത്രയോ പ്രതിസന്ധികളിൽ നിന്നാണ് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തിയെ രക്ഷിച്ചത്. ആ വ്യക്തിക്ക് അത് മറന്ന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രത്തോളം തീക്ഷ്ണമായ മനസ്സോടെയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരുപാട് സങ്കീർണതകളും ഒരുപാട് പ്രശ്നങ്ങളും ആ വ്യക്തിയെ ചുറ്റിപ്പെട്ടപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പൊസിഷൻ, നിർണായകമായൊരു ജീവിതം അത് ആ വ്യക്തി കണ്ടെത്തിയത് നിങ്ങളിലൂടെയാണ്. നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. ആ വ്യക്തിക്കറിയാം നിങ്ങളെ വെറുതെ ആ വ്യക്തിക്ക് കിട്ടിയതല്ല. ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്കായി ആ വ്യക്തിയെയും ആ വ്യക്തിക്കായി നിങ്ങളെ നൽകിയതാണ്. അതിൻ്റെ ഒരു പവിത്രതയോടെയാണ് ആ വ്യക്തി എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നത്. അതിൻ്റെ പവിത്രതയോടെയാണ് ആ വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഒരു മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ വെറുക്കാതെ ആ വ്യക്തി കടന്നു പോകുന്നതും ആ ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അടുത്തതായിട്ട് റോസാപുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗാണ്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ കഴിയില്ല. ഏറ്റവും ഉദാത്തമായ പ്രണയത്തിൻ്റെ ഭാവമാണ്, പ്രണയത്തിൻ്റെ രൂപമാണ് ആ വ്യക്തിയുടെ മനസ്സ്. ലോകത്തെ ആരോടും വെട്ടിത്തുറന്ന് നിങ്ങളോടുള്ള സ്നേഹം പറയും. ആ സ്നേഹം പറയാതിരിക്കാൻ ആ വ്യക്തി കഴിയില്ല. ലോകത്തോട് മുഴുവനും വിളിച്ചു പറയും നിങ്ങൾ ആ വ്യക്തിയും ഇഷ്ടമാണെന്നും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ആ വ്യക്തിയെന്നും ആ വ്യക്തിക്ക് പ്രിയപ്പെട്ട ആളാണ് നിങ്ങളെന്നും ഈ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ്. പ്രണയിക്കാൻ വേണ്ടി ഒരുപാട് ശത്രുത, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ വേണ്ടി, സ്നേഹിക്കാൻ വേണ്ടി, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ശത്രുത വിളിച്ചു വരുത്തിയൊരു വ്യക്തിയാണ്. എല്ലാത്തിനും നിങ്ങളെ തുറന്ന് ന്യായീകരിക്കുന്ന സ്വഭാവവും പെട്ടെന്നുള്ള കോപവും ഒക്കെ ആ വ്യക്തി ഒരുപാട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കൾ ആ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ആ വ്യക്തിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയും ആ വ്യക്തിയെ തിരിച്ച് വിളിക്കുന്നില്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം യാഥാർത്ഥ്യമായത്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം യാഥാർത്ഥ്യമായത്. ഇപ്പോഴും ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന്, പ്രണയത്തിന്, ആകർഷണത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. രക്തം പൊടിഞ്ഞതിൻ്റെ, അല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾ ഒരുപാട് അനുഭവിച്ചതിൻ്റെ കഥ ഒരുപാട് നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്രത്തോളം കഷ്ടപ്പെട്ട്, അത്രത്തോളം വെല്ലുവിളി സ്വീകരിച്ച് പ്രണയിച്ച് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്, നിങ്ങളെ കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയവും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സർവശക്തൻ രക്ഷിച്ചതും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയും പരസ്പരം സ്നേഹവും കൊണ്ടാണ്. ആർക്കും നിങ്ങളെപ്പോലെ ആകാൻ കഴിയില്ല, ആർക്കും നിങ്ങളെപ്പോലെ ഒരു നിമിഷം പോലും ആകാൻ കഴിയില്ല. കാരണം ഹൃദയത്തിൽ സ്നേഹം മാത്രം വാരി വിതറിയ ഒരു വ്യക്തിയാണത്. നിങ്ങളെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ നിങ്ങളോട് വഴക്കടിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളോട് കോപിച്ചേക്കാം, അല്ലെങ്കിൽ നിസ്സാര കാര്യത്തിന് മറ്റുള്ളവരോട് കാണിക്കാത്ത ദേഷ്യം നിങ്ങളോട് കാണിച്ചേക്കാം. അതെല്ലാം സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. അത്രത്തോളം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, അത്രത്തോളം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുടെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ആ വ്യക്തിയുടെ നല്ല മനസ്സിൻ്റെ ഒരു സാന്നിധ്യമാണ്. എത്രയോ പ്രതിസന്ധികളാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് സ്വീകരിക്കേണ്ടി വന്നത്. പക്ഷേ തനിക്ക് നഷ്ടമുണ്ടാകുമ്പോഴും, തനിക്ക് എന്തെല്ലാം വെല്ലുവിളികൾ ഇതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്നപ്പോഴും അത് നിങ്ങൾ കാരണമാണെന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. എന്നും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെട്ടത്. ഒരിക്കലും ഒരു പ്രതിസന്ധിയും നിങ്ങളെയും ആ വ്യക്തിയെയും തിരിച്ച് വിളിച്ചിട്ടില്ല. അത്രത്തോളം ഇഷ്ടവും സ്നേഹവും നിങ്ങളെപ്പോഴും പരസ്പരം വാരി വിതറിയിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ വളരെ വൈകാരികമായിട്ടാണ് ആ വ്യക്തിയുടെ സ്നേഹം. നിങ്ങൾക്ക് വേണ്ടി ഏത് വെല്ലുവിളിയും ജീവിതത്തിൽ സ്വീകരിക്കാൻ ആ വ്യക്തി തയ്യാറാണ്. ആ വ്യക്തിക്ക് അതിനൊരു കുഴപ്പവുമില്ല. കാരണം ആ വ്യക്തി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ആ വ്യക്തിക്ക് അത്രേ അറിയൂ. ആ വ്യക്തിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.